ഇടുക്കിയിൽ ആദിവാസി യുവാവ് സരുൺ സജിയെ കള്ളക്കേസിൽ കുടുക്കിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള കേസിൽ പോലീസ് ചാർജ് ഷീറ്റ് കോടതിയിൽ നൽകാൻ വൈകുന്നതിനെതിരെ പ്രതിഷേധവുമായി കുടുംബവും രംഗത്ത്. നീതി കിട്ടുന്നതുവരെ നിയമപോരാട്ടം തുടരുമെന്ന് സരുൺ സജിയുടെ പിതാവ് പറഞ്ഞു. അങ്ങനെ കള്ളക്കേസിൽ കുടുക്കി ഭാവി ഇല്ലാതാക്കിയെന്ന സരുണിന്റെ അമ്മയും പ്രതികരിച്ചു. കുടുംബത്തിന് പിന്തുണ നൽകി കേരള ഉള്ളാട മഹാസഭയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിലെ ഒരു ആദിവാസി യുവാവ് തന്റെ നിയമ പോരാട്ടം തുടങ്ങിയിട്ട് ഏതാണ്ട് 2 വർഷം അടുക്കുകയാണ്. കള്ളക്കേസിൽ കുടുക്കിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടും നഷ്ടപരിഹാരം ചോദിച്ചുമൊക്കെ നിരന്തരമായി നിയമ പോരാട്ടം നടത്തുന്നു. ആ നിയമ പോരാട്ടമൊന്നും എങ്ങും എത്തുന്നില്ലാത്തൊരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോലീസ് പോകുന്നു. പോലീസ് അതിന്റെ കോടതിയിലേക്ക് സത്യവാങ്മൂലം എത്തിക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള ആരോപണം നിൽക്കുകയാണ്. ഇപ്പോൾ വീണ്ടും സരുൺ സജി എന്ന ചെറുപ്പക്കാരൻ തന്റെ നീതിക്ക് വേണ്ടി സമരത്തിലേക്ക് കുടുംബവും ബന്ധുക്കളുമൊക്കെയായി ഇറങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നു മുതൽ സരുൺ, എന്താണ് ഇപ്പം സമരവും തുടക്കമാണോ ഇത്? ഇത് തുടക്കമില്ലായിരുന്നു. ഞങ്ങൾ ആദ്യം ഒരു സമരം വെച്ചല്ലോ, നമ്മൾ അറിയാമല്ലോ. അപ്പോൾ അത് ഇതിന്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇപ്പോൾ ഒരു സമര പരിപാടി ഞങ്ങൾ ആഹ്വാനം ചെയ്തത്. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അവരിപ്പോഴും കേസിന്റെ ഫൈനൽ റിപ്പോർട്ട് കോടതി സമർപ്പിച്ചില്ല. അതുപോലെ നമ്മുടെ കമ്മീഷനെ ഇങ്ങനെ അവിടെ അതുകൊണ്ട് ആ ഒരു കാരണത്താലാണ് ഞങ്ങൾ അന്ന് ഇങ്ങനെ കേസ് പിൻവലിച്ചത്. അതുകൊണ്ട് ആ കേസ് പിൻവലിക്കുന്ന ഓരോ സമീപിക്കാനാണ് ഞങ്ങൾ ആഹ്വാനം തീരുമാനിച്ചത്. പിന്നെ അതിലൊരു ഉറവിടം ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് കേസിന്റെ കാര്യം ഇപ്പോഴും പെൻഡിങ്ങാണ്. ഒരു നീതി ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ സരുണിനെ പോലുള്ള ഒരാളുടെ ഒരു ആവശ്യം ഇത്രയധികം വിവാദമായി ചർച്ച ചെയ്യുമ്പോൾ മാധ്യമങ്ങൾ അത് കൊണ്ടുപോകുമ്പോഴൊന്നും ഇതൊന്നും നിയമസഭയിൽ ഉന്നയിക്കാനോ മുഖ്യമന്ത്രിയോട് പറയാനോ ആരുമില്ല. സംഘടനാപരമായിട്ടുള്ള ആളുകളും പിന്നെ നിങ്ങളെ ചാനലുകാർ അങ്ങനെയുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ ഒരു പുറം ലോകം അറിയിക്കാൻ പറ്റില്ല. നമുക്ക് വേണ്ടി തുറന്ന് സംസാരിക്കാനൊന്നും വേറെ ആളും ഇല്ല. അപ്പോൾ നിയമസഭയിൽ തന്നെ ആണെങ്കിലും ഇവരാ കണ്ടില്ല എന്നുള്ള ഭാഗമാണ് ഇപ്പോഴും ധരിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും നിയമ പോരാട്ടം നടത്തി ഇവിടം വരെ എത്തിയിട്ടും ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസും സർക്കാരും സ്വീകരിക്കുന്നു. അതും ഒരു ആദിവാസി യുവാവിനെ ഇത്രയധികം ക്രൂരമായ പീഡനത്തിന്, ശാരീരികവും മാനസികവും ഒക്കെയായി വലിയ പീഡനത്തിനിരയാക്കി ഒടുവിൽ ജയിൽ ശിക്ഷ വരെ അനുഭവിക്കേണ്ടി വന്നു. ആ മാതാപിതാക്കളും സരുണിനോടൊപ്പം ഇപ്പോൾ ഇവിടെ ഉണ്ട്. എന്താ മുമ്പോട്ടുള്ള തീരുമാനം? മുമ്പോട്ടുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ ഇതിന് സരുണിന് നീതി കിട്ടിയില്ലെങ്കിൽ മുമ്പോട്ട് ഇതുപോലുള്ള സമരം, ശക്തമായ സമരം തന്നെ എടുക്കാൻ തീരുമാനിച്ചേക്കുന്നത്. അതിനെയും പിന്നെ നമ്മുടെ വെള്ളാപ്പാറ നമ്മുടെ DF ഓഫീസിന് വാതകനാളും പോയി കിടന്ന് സമരം ചെയ്യാൻ തീരുമാനിച്ചേക്കുക. അങ്ങനെയാണോ അമ്മേ? അതെ, ഇതിന് നീതി കിട്ടണം, ഇതിന് നഷ്ടപരിഹാരവും കിട്ടണം, ഇതിന് ജോലിയും കിട്ടണം. എൻ്റെ ചെറുക്കനാണെങ്കിൽ ഒരു കൂലിപ്പണിക്ക് പോലും പോകാൻ പറ്റത്തില്ല. അവൻ ആ അവസ്ഥയിൽ പോലും ഈ 10 സീറ്റിങ്ങിന് വിളിച്ചെങ്കിലും ഒരു കൂലിപ്പണിക്ക് പോയിട്ടാണ് ഈ 10 സീറ്റിങ്ങിന് പോയത്. ഈ സർക്കാരിന് ഞങ്ങളെ കാണാൻ പറ്റത്തില്ല. ഈ കുറ്റം ചെയ്തവർക്ക് വേണ്ടി ഇവർ ന്യായീകരിക്കുന്നു. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത്? അത് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളെ കൊന്നു തരിക, ഇത് മാത്രമേ പറയാനുള്ളൂ. എന്തായിരുന്നാലും ഈ സമരമയോട് അവസാനിക്കുന്നില്ല. ശക്തമായ സമരവുമായി മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് സരുണും സരുണിന്റെ കുടുംബവും അവരോടൊപ്പം നിൽക്കുന്ന ആളുകളും അറിയിച്ചിരിക്കുന്നത്. സർക്കാർ ഇനിയെങ്കിലും ഇത് കാണുകയും നടപടിയിലേക്ക് നീങ്ങുകയും വേണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ ജോസഫിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി.